ഹലോ ഗായ്സ്, ഇന്ന് 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 67th ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗിനും ആപ്സിനുമാണ് വർക്കൗട്ട്. ഫസ്റ്റ് ലെഗിനാണ് ചെയ്യുന്നത്. ഡംബൽ ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്യുന്നത്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ ആണ്. സ്റ്റാർട്ടിങ് 20 തുടങ്ങി ലാസ്റ്റ് സെറ്റ് 35 വരെ പോയി. അത് കഴിഞ്ഞുള്ളത് ഹാക്ക് സ്ക്വാട്ടാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. വീഡിയോ എൻ്റെ കയ്യിൽ എടുത്തത് തെറ്റിപ്പോയത് കൊണ്ട് കിട്ടിയില്ല, അതുകൊണ്ട് ക്ലാരിറ്റി ഇല്ല. ഫുള്ള് ബെൻഡ് ചെയ്യണം, അല്ല ബെൻഡ് താഴോട്ട് പോയിട്ട് മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലെഗ് എക്സ്റ്റൻഷനാണ്. 4 സെറ്റ് 10 ലെഗ് എക്സ്റ്റൻഷനാണ്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലെഗ് ഹാംസ്ട്രിങ് കേളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യുന്നത്. മെഷീനിലാണ് ഞാൻ ചെയ്തത്. അതിനുള്ള മെഷീൻ നമുക്കില്ലാത്തതുകൊണ്ട് കേബിളിലാണ് ചെയ്തത്. അതാണ് സിംഗിൾ ലെഗ് ഹാംസ്ട്രിങ് കേൾ. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞിട്ട് ലൈങ് ലെഗ് കേൾ. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ. ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ടാണ്. അതും ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഹെവി വെയിറ്റ് കൊടുക്കുക. സ്മിത്ത് മെഷീൻ കാഫ് റൈസ് ആണ് ലാസ്റ്റ് സെറ്റ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. ആപ്സ് ആണ് അടുത്ത വർക്കൗട്ട്. ഹാങ്ങിങ് സ്ട്രെയിറ്റ് ലെഗ് ഹിപ്പ് റൈസ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. സ്റ്റഡി ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സ്റ്റാൻഡിങ് ബാർബിൾ ടെസ്റ്റ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ആദ്യം വെയിറ്റ് ഇല്ലാതെ ചെയ്ത് നോക്കുക. മാക്സിമം ഹിപ്പ് പോവുക, ലെഗ് പറയാതിരിക്കുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വെയിറ്റ് ഇട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇടയ്ക്ക് ചെയ്യുന്നതാണ്, നമ്മുടെ സൈഡ് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വർക്കൗട്ട് ഡിക്ലൈൻ ബെൻഡ് ലെഗ് റിവേഴ്സ് ക്രഞ്ച് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഡിക്ലൈൻ സിറ്റപ്പാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ഡിക്ലൈൻ സിറ്റപ്പ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ഡിക്ലൈൻ സിറ്റപ്പ് ഇത് വീഡിയോസിന് ലെങ്ത് കൂടിപ്പോയി, അതാണ്. ഫസ്റ്റ് വർക്ക് സെറ്റ് ആയതുകൊണ്ട് കൂടുതൽ വർക്കൗട്ട് ചെയ്തു, അല്ലെങ്കിൽ മാക്സിമം കൊടുക്കാൻ വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിക്ലൈൻ സിറ്റപ്പ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അത് കഴിഞ്ഞുള്ളത് അഞ്ചാമത്തെ വർക്കൗട്ട് കേബിൾ ഒബ്ലിക് ട്വിസ്റ്റ് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ. നമ്മൾ ലോവർ ബാക്കിനാണ് പോകേണ്ടത്. കേബിൾ ഒബ്ലിക് ട്വിസ്റ്റ് അടുത്ത വർക്കൗട്ട്. സിറ്റപ്പ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കേബിൾ ഒബ്ലിക് ട്വിസ്റ്റ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷനാണ് കേബിൾ ചെയ്യേണ്ടത്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. മാക്സിമം പമ്പ് കിട്ടുന്ന രീതിയിൽ ചെയ്യുക. കേബിൾ ഒബ്ലിക് ട്വിസ്റ്റ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ഡബിൾ ഹാൻഡഡ് ആണ് ചെയ്യേണ്ടത്. ഞാൻ 1 ഹാൻഡ് ബാക്കി ഹോൾഡ് ചെയ്തു. അത് 2 കൈ കൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. പ്രോപ്പർ ഫോം അതാണ്. 2 കൈ കൊണ്ട് ഇപ്പം ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ. അത് കഴിഞ്ഞ് ആറാമത്തെ വർക്കൗട്ട് നീലിംഗ് കേബിൾ ക്രഞ്ചാണ്. 4ാമത്തെ വർക്കൗട്ട്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ക്ലോസ് ടു ഫെയിലിയർ ആണ്. അതാണ് ലാസ്റ്റത്തെ വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വർക്കൗട്ടിന് വേണ്ടി ഫോളോ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് ബേണിംഗ് ജേർണിയാണ്. ഇന്ന് 82 നമ്മൾ വെയിറ്റ് കുറച്ച് 1 കിലോയുടെ കുറഞ്ഞിട്ടുണ്ട്. ആ ലെവലിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പം ഫാറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മെൻ്റലി ചെറിയ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ കട്ട് ചെയ്യുന്നൊരു സമയത്തുള്ളൊരു പ്രോസസ്സാണ്. അപ്പം ഫുഡും ഡയറ്റും കാര്യങ്ങളും എല്ലാം അതനുസരിച്ച് വ്യത്യാസം വരും. അതനുസരിച്ചുള്ള ഡിഫറൻസും വരും. നമുക്ക് മെൻ്റലി നമ്മൾ മാക്സിമം ഫുഡ് കഴിക്കാൻ നോക്കുക. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പ്രോട്ടീൻ ഇൻടേക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റാകുമ്പോഴത്തേക്കും നമുക്ക് ഒരേ ഫുഡ് തന്നെ കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് വരും. അതും ഡയറ്റ് എടുക്കുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ ബൈ, സീ യു. അടുത്തൊരു വീഡിയോ നാളെ കാണാം.